ബാലമാമന് ചായ എടുക്കട്ടെ? വേണ്ട മോളെ, ഒരു ഗ്ലാസ് വെള്ളം മതി. ബാലമാമേ, എന്താ മോളെ, മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഇന്നലെ ഉറങ്ങിയില്ലേ? ഇല്ല ബാലമാമേ, ഉറക്കം വന്നില്ല. ആ, എങ്ങനെ ഉറക്കം വരാനാ? സമാധാനം എന്നുള്ളത് ഈ കുടുംബത്തിലില്ലല്ലോ. ഒന്നൊന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കല്ലേ. നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? പതിയെ പോയാൽ മതിയെന്ന് ഞാനാ പറഞ്ഞ ബാലമാമേ. എന്തുപറ്റി? സുഖമില്ലേ? അതല്ല, ഞങ്ങൾക്ക് ബാലമാമനോടൊരു കാര്യം പറയാനുണ്ട്. അത് എങ്ങനെ പറയണമെന്ന് ആലോചിക്കായിരുന്നു. അതെന്താ, തല പോകുന്ന കാര്യമാണോ? മക്കൾക്ക് എന്തു വേണമെങ്കിലും എന്നോട് പറയാലോ. എന്തത്ര ആലോചിക്കാൻ? ഞാനിത് പറയുമ്പോൾ ബാലമാമന് വിഷമം തോന്നും. പക്ഷെ നല്ലതിനു വേണ്ടിയാന്ന് പിന്നീട് മനസ്സിലാവും. എനിക്കെന്ത് വിഷമം തോന്നാനാ മോളെ? അമ്മയും മോനും ചേർന്ന് ആവശ്യത്തിന് തരുന്നുണ്ടല്ലോ. അതിലും വലുതൊന്നും വരില്ലല്ലോ. മക്കള് പറയൂ. എന്തായാലും ചുറ്റി വളയ്ക്കാതെ പറ. കല്യാണം നടക്കാതിരിക്കാൻ നമ്മൾ ആവതും ചെയ്തു നോക്കി, നടന്നില്ല. അമ്മായി അരവിന്ദേട്ടനും ശ്രേയയുടെ പിടിയില്ല. ഇനി നടക്കാൻ പോകുന്നത് കണ്ടു നിൽക്കാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കല്യാണം എന്തായാലും നടക്കും. ശ്രേയ ഇവിടെ വന്ന എന്തൊക്കെ സംഭവിക്കുന്ന ആലോചിച്ചിട്ട് പേടി തോന്നുക. മോള് പറഞ്ഞു വരുന്നൊക്കെ മനസ്സിലായി. അവളിവിടെ വന്ന് എന്ത് കാണിച്ചാലും ഞാനത് കയ്യും കെട്ടി നോക്കിക്കുന്നു വിചാരിച്ചോ? വെറുതെ വിടില്ലേ ഞാൻ അവളെ. ശ്രേയയുടെ ദേഷ്യം ഞങ്ങളോടാ. അരവിന്ദേട്ടന്റെ ജീവിതം തകർത്തിട്ടായാലും ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഞങ്ങൾ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു. തീരുമാനോ? എന്ത് തീരുമാനം? ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണല്ലോ അവളിങ്ങോട്ട് കയറി വരുന്നത്. അപ്പോ ഞങ്ങളിവിടെ ഇല്ലാതിരുന്ന പിന്നെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ അല്ലാതെ നിങ്ങള് വേറെ എവിടെ പോവാനാ? ഞങ്ങൾ രണ്ടുപേരും മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക. മാറി താമസിക്കാനോ? കൊള്ളാം കൊള്ളാം മക്കളെ. ഗോവിന്ദ, നീ കേട്ടോ ചാരുമോള് പറഞ്ഞത്? മാറി താമസിക്കാൻ പോകുന്നു. എന്റെ അനിയത്തില്ലതാ എന്നെ പാതിയിലിട്ടിട്ട് പോയി. ഇപ്പൊ അവളുടെ മകളും എന്റെ അടുത്ത് പോവാത്രേ. എന്നെ ഒറ്റയ്ക്കാക്കി പോവാൻ തീരുമാനിച്ചു അല്ലേ? കൊള്ളാം മോളെ, സന്തോഷായി. അയ്യോ ബാലമാമേ, ബാലമാമനെ വിഷമിപ്പിക്കാനല്ല. ഞങ്ങൾ കാരണം മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവരുതെന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ആ കൊച്ചേട്ടനെ വിഷമിപ്പിക്കല്ലേ ബാലമാമ. അതെ അച്ഛാ, ശ്രേയ ഒറ്റ ബുദ്ധിയാ. ആരെന്ത് പറഞ്ഞാലും അവളത് അംഗീകരിക്കില്ല. നമ്മളെല്ലാവരും ചേർന്ന് അവളെ ചതിച്ചൊന്നും പറഞ്ഞ വൈരാഗ്യത്തിലല്ലേ അവള്.
അവളുടെ ഒറ്റ ബുദ്ധിക്ക് കൂട്ടു നിൽക്കുക അരവിന്ദനും അമ്മയും. ശ്രേയ ഇവിടെ വരുന്നത് എന്തിനാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ശ്രേയ വന്നാൽ നമ്മുടെ കുടുംബം തകർന്നു പോകും. ശ്രേയ വരുമ്പോൾ ഞങ്ങളിവിടെ ഇല്ലെങ്കിൽ അരവിന്ദന്റെ കൂടെ ചിലപ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാച്ചാ ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അല്ലാതെ അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. അതിന് എന്നെ ഒറ്റപ്പെടുത്തുന്ന എന്തിനാ? മോനെ, ലതയെ ശാന്തപ്പം കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ അവളെ മാനസികമായും ശാരീരികമായും ഒരുപാട് ഉപദ്രവിച്ചു. അവൾ അനുഭവിക്കാൻ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അവസാനം അവൻ അവളുടെ ജീവനെടുത്തു. ലതയുടെ കാലശേഷം എന്റെ ചാരുമോളെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്റെ ലതയുടെ അവസ്ഥ ചാരുമോൾക്ക് ഉണ്ടാവരുതെന്ന് കരുതിയ ഞാൻ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവളെ എനിക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കണം, എന്റെ കൂടെ ഉണ്ടാവണം. അതാ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഇപ്പോ ബാലമാമൻ വിഷമിക്കല്ലേ. എന്നും ബാലമാമന്റെ കൂടെ ഉണ്ടാവണമെന്നാ ഞാൻ എപ്പോഴും ദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും നടക്കണമെന്നില്ലല്ലോ. മാമൻ സന്തോഷത്തോടെ ഇരിക്കാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞങ്ങളെ കാരണം ഈ വീടിന്റെ സമാധാനം പോകുന്ന ആലോചിച്ചപ്പോ തീരുമാനിച്ചതാ. സന്തോഷത്തോടെയല്ല ഞങ്ങളും ഈ തീരുമാനം എടുത്തത്. മനസ്സിൽ ഒരുപാട് വേദനയുണ്ട്. മോളെ, ഇതെന്റെ വീടാ. ഇവിടെ ആര് വേണം ആര് വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. എനിക്കിഷ്ടമില്ലാത്ത കല്യാണം കഴിച്ച് അവളിവിടെ വന്ന് കേറണ്ട. അത് വേണ്ട ബാലമാമൻ. ഞങ്ങൾക്ക് മാറി താമസിക്കാൻ തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇവിടെ ആരോടും വരണ്ടെന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ല. അരവിന്ദേട്ടനോട് എവിടുന്ന് പോകാൻ പറഞ്ഞ അമ്മായിക്കും ബാലമാമന്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും, വഴക്കുണ്ടാവും. അത് വേണ്ട. ഞങ്ങളെ മാറി താമസിക്കാൻ അനുവദിച്ചാൽ മതി. നീയും ആകാശം ഇവിടെ വേണമെന്ന് പറയുന്ന പോലെ തന്നെ അരവിന്ദ് ഇവിടെ നിൽക്കണ്ടെന്ന് പറയുന്നതിനും കാരണമുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇന്ന് ഇവിടെ വെച്ചൊരു തീരുമാനം ഉണ്ടാക്കണം. അനു, പോയി അമ്മയും അവനെയും വിളിച്ചോണ്ട് വാ. ശരി അച്ഛാ.